ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അത് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. സംഭവം നിങ്ങൾ അയക്കുന്ന പൈസ എല്ലാം ഡിക്ലൈൻഡ് ആയിട്ട് പോവാം. ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് കാരണം ഉണ്ടായ ഒരു പ്രശ്നമാണ്. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ബിസിനസ് അക്കൗണ്ടിന് പകരം പേഴ്സണൽ അക്കൗണ്ടിൻ്റെ QR ആണ് ഞാൻ ആ വീഡിയോക്കകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 30 ടൈംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ QR ഡിക്ലൈൻഡ് ആയി പോകും, UPI ഡിക്ലൈൻഡ് ആയി പോകും. അതാണ് ഒരു മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ അയക്കുന്ന പേയ്മെൻറ്റ് ഓൾമോസ്റ്റ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ വളരെ 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 കൂടുതലാണ്. ഓക്കെ, ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഞാൻ പ്രതീക്ഷയിലും ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ അത്ര അധികം ആൾക്കാർ എന്നെ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് ആക്ച്വലി എനിക്ക് മനസ്സിലായത്, സത്യം പറഞ്ഞാൽ. അപ്പോൾ അവർക്ക് വേണ്ടി എന്തായാലും ഈ ഒരു വീഡിയോ, ഞാൻ ആദ്യം ഇട്ട വീഡിയോ, അതിപ്പോൾ എൻ്റെ പറ്റിയ ഒരു മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ പിന്നെ മുന്നോട്ട് പോവുള്ളൂ. ഇനിയും വീഡിയോസ് വരുന്നുണ്ട്, പക്ഷേ എൻ്റെ ഭാഗത്ത് പറ്റിയൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും ഞാൻ ഇനി ആ വീഡിയോ ഡിലീറ്റ് ആക്കില്ല. നിങ്ങൾ എത്ര പേര് അത് പൈസ ഇട്ടിട്ടുണ്ടോ അത്രയും പേരെ ആഡ് ചെയ്തിട്ടായിരിക്കും ഞാൻ ആ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഞാനപ്പോൾ എൻ്റെ ബിസിനസ് അക്കൗണ്ടിൻ്റെ QR ഞാനിവിടെ കൊടുത്തിരിക്കാം. നിങ്ങൾ അതിനകത്ത് ക്യാഷ് ഇടുക. ഓക്കെ, അതിനകത്ത് എത്ര വേണമെങ്കിലും ക്യാഷ് ഇടാം. മീൻസ് എത്ര വേണമെന്ന് വെച്ചാൽ എല്ലാവർക്കും ക്യാഷ് ഇടാം. ഇതിനകത്ത് എല്ലാവർക്കും ക്യാഷ് ഇടാൻ പറ്റത്തില്ല. എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ആയതുകൊണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എൻ്റെ കറണ്ട് അക്കൗണ്ട് മാറ്റി, ഇപ്പോൾ നിലവിൽ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് മാറ്റിയിട്ട് ഞാൻ ബിസിനസ് അക്കൗണ്ടിൻ്റെ QR ഡീറ്റെയിൽ ഞാൻ കൊടുത്തിരിക്കാം. ഇത്രയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര സപ്പോർട്ട് ഉണ്ടാവുമെന്ന്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് കാണിച്ച ഈ ഒരു സ്ക്രീൻഷോട്ട് അല്ലാതെ ഇന്നലെ രാത്രി മൂലം വന്നുകൊണ്ടിരിക്കുകയോ, മീൻസ് അവർ പൈസ ഇടുന്നില്ലെന്ന് പറയുന്ന ഒരു ടൈം കഴിഞ്ഞിട്ട് പിള്ളേർ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ക്യാഷ് പോകുന്നില്ല, ക്യാഷ് ക്രെഡിറ്റ് ആവുന്നില്ല, എനിക്ക് ക്യാഷ് റീഫണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. മീൻസ് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ട്, പക്ഷേ ഡിക്ലൈൻഡ് ആയിട്ട് തിരിച്ച് അവർക്ക് തന്നെ ക്യാഷ് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവരെല്ലാവരും നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഇത് വീക്കിലി 1 ടൈം ഇത് എന്തുകൊണ്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്നലെ കൊണ്ട് ചിന്തിച്ചത്. ഇത് ഒരു വട്ടം മീൻസ് ഈ ഐഫോൺ ഈ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഇത്രയധികം റെസ്പോൺസ് കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു വലിയൊരു കാര്യം കേട്ടോ. 10 രൂപയാണ്, വെറും 10 രൂപ. എന്റെ പുതിയ ബ്രാൻഡ് ന്യൂ iPhone 17 ഞാൻ ഇന്ന് വഴിയിൽ കളയാൻ പോവാ. ആരാണ് വന്ന് ഇവിടുന്ന് പിക്ക് ചെയ്യുന്നത് അവർക്ക് ഈ ഫോൺ ഞാൻ വെറുതെ കൊടുക്കാൻ പോകാം. ആക്ച്വലി അവരെന്റെ സബ്സ്ക്രൈബർ ആയിരിക്കണം. ഈ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. പുല്ലൂർ അഞ്ചപ്പോന്ന റൂട്ടിൽ ഞാൻ ഈ സാധനം കളഞ്ഞിട്ട് ഒരു 1/2-3/4 മണിക്കൂറോളം ഞാൻ ജസ്റ്റ് അഞ്ചപ്പോയിന്ന് ചായ കുടിച്ചിട്ട് വരാമെന്നുള്ള രീതിയിൽ അവിടെ ഒരു ക്യാമറയും വെച്ചിട്ടാണ് ഞാൻ പോയിരിക്കുന്നത്. ആക്ച്വലി ആരും ആ ഒരു സമയത്ത് വന്നെടുക്കുന്നു. അവർക്കാണ് ഈ ഒരു ബ്രാൻഡ് ഫോൺ എന്ന് പറയുന്നത്. ഫോണും കളഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ 2 മണിയാണ്. ഞാൻ ഒരു 2:19 ആയപ്പോൾ ഞാൻ 5 ബൈപ്പാസിലെത്തി കഴിച്ചു. ഞാൻ അങ്ങ് അവിടെ ചായ കുടിച്ച് തിരിച്ച് വന്ന് നോക്കിയപ്പോൾ ഫോൺ അതുപോലെ ആ സൈഡിൽ കിടപ്പുണ്ട്. ഇനി മുതൽ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ലോട്ടറി തരാൻ പോവാം. ഈ ഒരു ബ്രാൻഡ് ന്യൂ 17 നിങ്ങൾക്ക് വേണ്ടി എടുത്തിയാണ്. എന്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി എടുത്തിയാണ് ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ. ഈ ഒരു ഫോണിന് ഞാൻ ഇട്ടിരിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെറും 10 രൂപയാണ്, വെറും 10 രൂപ. ഓക്കെ, ഈ ഒരു താഴെ കാണുന്ന QR നിങ്ങൾ 10 രൂപ ഷെയർ ചെയ്യുക. എന്നിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ അതെനിക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തരാം. ഓക്കെ, 10 രൂപ ആരെ കിട്ടുണ്ടോ അവരെ എല്ലാവരുടെയും സ്ക്രീൻഷോട്ട് പിക്ക് ചെയ്തിട്ടായിരിക്കും ഒരു വിന്നറിനെ ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അവർക്കായിരിക്കും ഒരു ബ്രാൻഡ് ന്യൂ 17 ഞാൻ കൊടുക്കാൻ പോകുന്നത്. ആക്ച്വലി തിരുവോണത്തിന് അന്ന് എന്തായാലും ഞാൻ ഒരു സാധനം കൊടുത്തിരിക്കും. ഈ എന്റെ സബ്സ്ക്രൈബർ ആയിരിക്കണം.